പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് ഈ സർക്കാർ ഒളിച്ചു കളിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദാനിയല്ല കള്ളൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കള്ളൻ. ഈ വിഴിഞ്ഞത്തെ കള്ളൻ അദാനിയുടെ കപ്പലിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം വി ഡി സതീശനെ പറ്റി. കാരണം ഈ പുറത്തുവരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അദാനി ഒളിച്ചു വെച്ച്. എന്റെ പൊന്നു ചേട്ടാ, രാജാവിനെ കുറിച്ച് അതും ഇതൊന്നും പറയല്ലേ. അണികൾക്ക് ദേഷ്യം പിടിക്കുന്നേ. അണികൾക്ക് ദേഷ്യം പിടിച്ച നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്ന അറിയില്ലേ? ബ്ലോക്ക് ചെയ്യും, കേസെടുക്കും, കുറെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അദാനി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് കേരളം തന്നെ വിറ്റ് തൊലയ്ക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും ഇല്ലടോ. അന്തർധാര സജീവമാണ് BJP-യുമായിട്ടുള്ള ഒരു കണക്ഷനെ. 102 സീറ്റോട് കൂടി ജയിച്ചെന്നല്ലേ പറയുന്നു. 102 105 കാവിക്കളസം മൊത്തം അവർ തന്നെയാണെന്നുള്ളതാണ്. ഒരു നിലപാടും ഇല്ലാത്ത മുസ്ലിം ലീഗ്. എന്റെ പൊന്നെ, നിങ്ങളുടെ ഒരു മതേതരത്തൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. എന്തായാലും ഭയങ്കര രസമായിട്ടുണ്ട്. പാവപ്പെട്ട കുറെ എണ്ണത്തിന്റെ വോട്ട് നിങ്ങൾ ഇരന്ന് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത്? ഈ പതാക പിടിച്ചാൽ ഏതിന്റെയൊക്കെയോ കവാടം തുറന്നു കിട്ടും. അവസാനം എന്തായി? മദ്യം വില കുറയ്ക്കുന്നു, കൂടെ നിൽക്കുന്നു. ഒരു നിവർത്തിയില്ല. പണ്ട് പറഞ്ഞ വാക്കുകളൊക്കെ തിരിച്ച് വലിച്ചെറിയുന്നു. കൊള്ളാം. എന്തായാലും കുഞ്ഞാലിക്കുട്ടിയുടെ ഡബിൾ സ്റ്റാൻഡ് ഒന്ന് കാണിച്ചു തരാൻ കേട്ടാ. ഇദ്ദേഹത്തിനോടൊക്കെ ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അദാനി പോർട്ട് തിരുവനന്തപുരം നമ്മൾ വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നത് ഞങ്ങളാണ്. പക്ഷേ പിന്നുള്ള കാലം ഇത് വേറൊരു ഗവൺമെൻറ് ആയിരുന്നല്ലോ ഇവിടെ. അപ്പോൾ എന്തൊക്കെയാണ് കരാറിലുണ്ടാവുക ഇല്ല എന്നുള്ളതൊക്കെ അവർക്കല്ലേ കൂടുതലറിയാം. ഞങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ. കടലാസൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോഴല്ലേ ഇപ്പോൾ പലതും ഞങ്ങൾക്ക് ഒരു മാസമേ കിട്ടിയുള്ളൂ, ഒരു 1.5 മാസമല്ലേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പറയാം. ആദ്യം തന്നെ നിങ്ങൾ എല്ലാത്തിലും കോൺട്രവേഴ്സിക്ക് പ്രാമുഖ്യം കൊടുക്കണ്ട. നമ്മൾ അല്പം നിർമ്മാണാത്മകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നോവേഷൻ പറഞ്ഞത്. അതെ, കോൺട്രവേഴ്സിക്ക് നമുക്ക് പ്രാധാന്യം ഒന്നും കൊടുക്കണ്ട. ഇതാണ് ഞാൻ പറയുന്നത്. എല്ലാവരും പ്രതിപക്ഷമായിട്ടാണ് പണിയെടുക്കേണ്ടത് എന്നുള്ളത്. ഇവർ ചെയ്യുന്ന ഊളത്തരം, അത് ആര് ഭരിക്കുകയാണെങ്കിലും അവർ ചെയ്യുന്ന ഊളത്തരങ്ങൾ, മണ്ടത്തരങ്ങൾ, പൊട്ടത്തരങ്ങൾ, വിഡ്ഢിത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കല് നമ്മുടെ എല്ലാവരുടെ ലക്ഷ്യമാണ്. ഇലക്ഷൻ സമയത്ത് നിങ്ങൾ കൊടി പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്ത് അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷെ പ്രതിപക്ഷത്ത് തന്നെ നിങ്ങൾ നിൽക്കണം. നിങ്ങൾ ഭരണപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ കൂടെയാണെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ പ്രതിപക്ഷമാവാതിരിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ടാണ് പൗരന്റെ കൂടെ കൂട്, അത്രേ പറയുന്നുള്ളൂ. ഇനി എന്താണ് ആ കള്ളക്കഥ എന്ന് കേൾക്കണ്ടേ? VD സതീശൻ മാത്രമായിരുന്നു ആ കള്ളക്കഥയുടെ പിന്നണിയിൽ നിൽക്കുന്നത്. തിരക്കഥാകൃത്തെ കേട്ടോക്കിയേ. പ്രേക്ഷകരെ, ഇനി നടക്കാനിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് അയച്ച കത്തിന്റെ ഫർദർ പ്രൊസീഡിംഗ്സ്. അതാണ്, തുടർ നടപടികളാണ് നടക്കാനിരിക്കുന്നത്. എന്തായിരിക്കും ആ തുടർ നടപടികൾ? നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, കത്ത് പരിശോധിക്കാൻ പോകുന്നത് ഒരു എംപവേർഡ് കമ്മിറ്റിയാണ്. ആരൊക്കെയാണ് ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ? ചീഫ് സെക്രട്ടറിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. സർക്കാരും വിഴിഞ്ഞം പോർട്ടുമായി നടത്തുന്ന എല്ലാ ഇടപാടുകൾക്കും ഒരു ഇന്റർമീഡിയറി വിഭാഗമുണ്ട് കേട്ടോ. അതിനെ വിസിൽ എന്നാണ് വിളിക്കുക. അതിന്റെ മാനേജിംഗ് ഡയറക്ടർ, അദ്ദേഹം സർക്കാർ നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് ഈ കമ്മിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ കമ്മിറ്റിയിൽ 3 അംഗങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തെ ആൾ തുറമുഖ വകുപ്പ് സെക്രട്ടറി, രണ്ടാമത്തെ ആൾ ധനവകുപ്പ് സെക്രട്ടറി, മൂന്നാമത്തെ ആൾ നിയമവകുപ്പ് സെക്രട്ടറി. ഇവരാണ് മറ്റംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ 3 വകുപ്പുകളും, അതായത് തുറമുഖം, ധനം, നിയമം, ഈ വകുപ്പുകൾ ആരാണ് ഭരിക്കുന്നത്? ഈ വകുപ്പുകൾ ആരുടെ കയ്യിലാണ്? മുഖ്യമന്ത്രി VD സതീശന്റെ കയ്യിലാണെന്നേ. അതിലൊരു നിഗൂഢതയും നമ്മൾ ആരോപിക്കുകയല്ല കേട്ടോ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിനായി കണ്ടെത്തിയ വകുപ്പുകളാണിത്. പക്ഷേ പ്രശ്നം എന്താണ്? ധനവകുപ്പിലായാലും തുറമുഖ വകുപ്പിലായാലും നിയമവകുപ്പിലായാലും ഫയലിൽ ഒപ്പുവെക്കുന്നത് ഒറ്റയാൾ തന്നെയാണ്. അത് VD സതീശനായിരിക്കും. അതാണ് പ്രശ്നം. ആദ്യം തുറമുഖ സെക്രട്ടറി ഫയൽ പരിശോധിക്കും, എന്നിട്ട് തുറമുഖ മന്ത്രിക്ക് സമർപ്പിക്കും. അത് VD സതീശനാണല്ലോ. ഇനി തുറമുഖ മന്ത്രി ആയ VD സതീശൻ അത് ധനമന്ത്രിയായ VD സതീശൻ തന്നെയായിരിക്കും. അത് സതീശൻ തന്നെ പരിശോധിക്കും. എന്നിട്ട് ധനമന്ത്രിയായ സതീശൻ ഇത് നിയമമന്ത്രിയായ സതീശൻ തന്നെയായിരിക്കും. അതും അദ്ദേഹം തന്നെ പരിശോധിക്കും. എന്നിട്ട് ഈ അഭിപ്രായങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒടുവിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. അതിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി സതീശൻ തന്നെ എടുക്കും. ഇതാണെന്നേ നടക്കാനിരിക്കുന്നത്. ഇനിയിപ്പം ഉദ്യോഗസ്ഥ തലത്തിൽ ഈ കാര്യം ആരാണ് ആദ്യം പരിശോധിക്കാൻ പോകുന്നത്? സ്വാഭാവികമായും അത് തുറമുഖ സെക്രട്ടറി ആയിരിക്കുമല്ലോ. വിഴിഞ്ഞം അദ്ദേഹത്തിന്റെ വകുപ്പാണല്ലോ. ആരാണ് തുറമുഖത്തിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്? രത്തൻ യു ഖേൽക്കർ ആണ് ഈ തുറമുഖ സെക്രട്ടറി എന്ന് പറയുന്നത്. അത്ഭുതകരം എന്ന് പറയട്ടെ, അദ്ദേഹം തന്നെയാണ് കേട്ടോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും. ചുരുക്കത്തിൽ ഞാനും അപ്പനും സുഭദ്രയും എന്നൊരു പരിപാടിയാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതൊരു വലിയ ഗൂഢാലോചനയാണ് എന്നൊന്നും സർജിക്കൽ സ്ട്രൈക്ക് പറയുന്നില്ല. പക്ഷേ CPM-ന്, അതായത് മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് ആ സംശയമുണ്ടെന്നേ. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്താണ് പറഞ്ഞത്? അദാനിയും സതീശനും തമ്മിലുള്ള ഡീലാണ് നടക്കുന്നത് എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിന് 2 ദിവസം മുമ്പ് VD സതീശൻ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് ഒരു യാത്ര പോയിരുന്നു. അന്ന് മംഗലാപുരത്ത് വെച്ച് അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റായിട്ടുള്ള കിഷോർ അൽവയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ യാദൃച്ഛികമാണെന്നായിരുന്നു അന്ന് കോൺഗ്രസ് നൽകിയ വിശദീകരണം. പക്ഷേ അത് സംശയകരമാണ് എന്നാണ് അന്ന് പ്രതിപക്ഷം ആരോപിച്ചത്. അതിന് പിന്നാലെയാണെന്നേ തുറമുഖ വകുപ്പ് സതീശൻ തന്നെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോഴും അതേ സംശയം തന്നെയാണ് പ്രതിപക്ഷം ആവർത്തിച്ചത്. പോരാത്തതിന് ധനമന്ത്രി കൂടിയായ ഇതൊക്കെ കണ്ട് എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഉറങ്ങുന്നതെന്ന് പിടുത്തം കിട്ടുന്നില്ലേ കേട്ടോ. അദാനി ഗ്രൂപ്പുമായിട്ട് ഒരു സന്ധിയുമില്ല എന്ന് പറഞ്ഞ ആളാ. ഇവിടെ സന്ധിയല്ല, ഇവിടെ സന്ധ്യ ആയിക്കണ്ടെങ്കിൽ തലയിൽ മുണ്ടിട്ട് പോയി വിളക്ക് പിടിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ്. VD സതീശന്റെ ആ ഒരു ദീർഘവീക്ഷണം നിങ്ങൾ കണ്ടില്ലേ? 3 വകുപ്പും കൈകാര്യം ചെയ്യുന്നത് മൂപ്പര് തന്നെയാണ്. 3 വകുപ്പ് കൊണ്ട് നേട്ടമുണ്ടാക്കാൻ പോകുന്നത് മൂപ്പര് തന്നെയാണ്. മൂപ്പര് ഇവിടെ അദാനി ഗ്രൂപ്പുമായിട്ടൊരു വലിയ ഡീല് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉളുപ്പില്ലാത്ത നട്ടല്ലില്ലാത്ത ലീഗുകാർ ഇതിനൊക്കെ ചൂട്ടും പിടിച്ചു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഇനി ഇവരുടെ കൂട്ടത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന ഒരു സംഘിച്ചേട്ടായി ഉണ്ടായിരുന്നു, സന്ദീപേട്ടൻ പറഞ്ഞ കേൾക്കാം.
അദാനിക്ക് മുദ്ര പോട്ട് കൊടുത്താൽ കോൺഗ്രസ് അല്ലേ? അദാനി അംബാനി വളർന്നു കോൺഗ്രസിൽ ഭരണകാലത്തല്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവൻ അദാനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ? അംബാനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ? നിങ്ങൾ വിളിച്ചുകൊണ്ടുവരുന്നില്ലേ? വെറുതെ ഇടതുപക്ഷത്തെക്കാൾ വലിയ ഇടതുപക്ഷമാണ് ഞങ്ങളെന്ന് ധരിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധ ഭൗതിക ജാട കാണിക്കാൻ തട്ടിപ്പടുത്താണ്. ഒരു നേതാവുണ്ടല്ലോ സതീശൻ, പുസ്തകം വായനയാണ്. കാരണം കേരളത്തിൽ എന്താണ്? കേരളത്തിൽ ഇടതുപക്ഷ ബുദ്ധി ഒരു ജാടയുണ്ട്. പുസ്തകം വായിക്കുന്നവർ ഞങ്ങളെന്തോ വലിയവർ. എന്നിട്ട് പ്രതിപക്ഷത്തിന്റെ ഒരു റോളും നിർവഹിക്കാതെ പിണറായി വിജയനെതിരായി ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. ശശി തരൂരും രാഹുൽ ഗാന്ധിയും ചേർന്ന് JNU അകത്തേക്ക് പോയി ഭാരത് തേരെ തുക്കടേ ഹോംഗെ ഇൻഷാ അല്ലാഹ് ഭാരത് കെ ബർബാദി തക് ജംഗ് രഹേഗി അഫ്സൽ ഹം ശർമിന്ദാ ഹെ തേരാ കാതിൽ സിന്ദാ ഹെ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച രാജ്യദ്രോഹികളെ 6 പതിറ്റാണ്ട് കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് പോലെ ഒരു പാർട്ടി പോയി പിന്തുണച്ച അന്ന് തീർന്നു നിങ്ങൾ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? അയ്യോ, ഇവര് പണ്ട് പറഞ്ഞ വാക്കുകളൊക്കെ കുത്തി പോക്കി കൊണ്ടുവരുമ്പോ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. ഇവര് അന്ന് പറഞ്ഞതാണ് ഇത്, അന്ന് പറഞ്ഞതല്ല ഇപ്പൊ പറയുന്നത്. അതായത് ഇടക്കിടക്ക് അപ്പ കണ്ടവനെ അത് വിളിക്കുന്ന ആളുകളാണ് ഇവരെന്നല്ലേ പറയുന്നത്. ഇതാണ് രാഷ്ട്രീയക്കാര് കേട്ടോ. സീറ്റ് കിട്ടുമെന്ന് കണ്ടപ്പോ BJP ഇന്ന് നേരെ ചാടുന്നു കോൺഗ്രസിലേക്ക് വരുന്നത്. കാലങ്ങളായി കോൺഗ്രസിനെയും മുസ്ലിങ്ങളെ എന്തൊക്കെ ഊളത്തനാവാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ നേരെ പോക്കറ്റ് കയറ്റി അങ്ങ് ഇരുത്തി എന്നുള്ളതാണ്. ഇങ്ങനെ കുറെ വിഡ്ഢിത്തരങ്ങൾ കോൺഗ്രസിന് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൽ കോൺഗ്രസിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിട്ട് സതീശൻ തന്നെ മാറും. കഴിഞ്ഞില്ല, ഇനി വിഴിഞ്ഞും ഓഹരി കൈമാറ്റത്തെ കുറിച്ചിട്ട് കോൺഗ്രസിന്റെ നിലപാടൊന്ന് കേൾക്കാം. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. വിഴിഞ്ഞം തുറമുഖത്തെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കൈമാറ്റത്തിന് തടയിടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ഓഹരി കൈമാറ്റം കരാർ ലംഘനമാണെന്നും ഇടപാടുകൾ സുതാര്യമാക്കണമെന്നും ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി അറിയിച്ചു. സംശയത്തിന്റെ കടികകൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്നാണ് മുഖ്യമന്ത്രി അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചത്. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ഇന്നലെ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് ഒരു സൂപ്പർ ഗവൺമെന്റ് ആകാൻ അദാനിക്ക് കഴിയില്ല എന്ന് നിസ്സംശയം പറഞ്ഞിരിക്കുന്നു. ഹൈക്കമാൻഡ് ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാം, രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ വിമർശനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വിമർശനത്തിന്റെ പേരിൽ ഉരുവിടുന്ന പേരാണ് അദാനിയുടേത്. ആ അദാനിക്ക് ഇവിടെ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഇടപെടൽ സാധ്യമാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അപ്പൊ അത് വിഴിഞ്ഞം തുറമുഖത്ത് നിയമവിരുദ്ധമായ ഒരിടപാടും അംഗീകരിക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. ഹൈക്കമാൻഡ് ഇക്കാര്യം മുഖ്യമന്ത്രി VD സതീശനെ ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു. ഹൈക്കമാൻഡിന്റെ നിലപാട് അറിഞ്ഞതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി VD സതീശൻ അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചത്. കാരണം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുടെ പങ്കാളിത്തത്തിൽ 49% അത് വിദേശ നിക്ഷേപം എടുക്കുന്നു. MSC എന്ന കമ്പനിക്ക് നിക്ഷേപിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു. ഈ കാര്യം സംസ്ഥാന സർക്കാരിനെ കൃത്യമായി അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചില്ല. അത് കരാറിന്റെ ലംഘനമാണെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. ഒരു കാരണവശാലും അദാനി ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം മുഖ്യമന്ത്രി VD സതീശന് ഹൈക്കമാൻഡ് നൽകി കഴിഞ്ഞു. ഒരു വിട്ടുവീഴ്ചയും അദാനി ഗ്രൂപ്പിനോട് നൽകേണ്ടതില്ല, അങ്ങനെയുള്ള ഒത്തുതീർപ്പ് വേണ്ടതില്ല എന്ന സമീപനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. കാരണം നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും കോൺഗ്രസ് നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമായി, ഒരു ബിസിനസ് ഗ്രൂപ്പായിട്ടാണ് അദാനി ഗ്രൂപ്പിനെ കാണുന്നത്. അത് പലപ്പോഴായി രാഹുൽ ഗാന്ധി തന്നെ രൂക്ഷമായ ഭാഷയിൽ അദാനി ഗ്രൂപ്പിനെതിരെ വിമർശനവും ഉയർത്തിയിട്ടുണ്ട്. എല്ലായിടത്തും അദാനി ഗ്രൂപ്പ് സ്വാധീനം ഉറപ്പിക്കുമ്പോൾ കോൺഗ്രസിന്റെ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഒരു കാരണവശാലും അദാനി ഗ്രൂപ്പിന്റെ നിയമവിരുദ്ധ നീക്കങ്ങൾക്ക് ഇട നൽകരുത്, അങ്ങനെയുള്ള നീക്കങ്ങളുണ്ടെങ്കിൽ അതിന് തടയിടണം എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാർ നൽകിയ അപേക്ഷ, ആ അപേക്ഷയിൽ സർക്കാർ എടുക്കുന്ന തീരുമാനമാണ് നിർണായകമാവുക. ഇന്നലെ അതൃപ്തി അറിയിക്കുമ്പോൾ പ്രത്യേകം ആ വാർത്താക്കുറിപ്പിൽ മുഖ്യമന്ത്രി പറയുന്നത് വിശദമായി അപേക്ഷ പരിശോധിക്കും, അതിനുശേഷം മാത്രമായിരിക്കും നടപടി എന്നാണ്. 49% ഓഹരിയാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് MSCക്ക് നൽകിയത്. MSCക്ക് അങ്ങനെ ഓഹരി ലഭിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖം MSCയുടെ കൈവശം എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തുന്നത്. MSC എന്ന കപ്പൽ ഭീമൻ വിഴിഞ്ഞം തുറമുഖത്തെ കുത്തകയാക്കി മാറ്റും, അവിടെ മത്സരത്തിനുള്ള സാധ്യത ഇല്ലാതാകും, അത് വിഴിഞ്ഞം തുറമുഖത്തിന് ഗുണകരമാകില്ല എന്ന മുന്നറിയിപ്പാണ് പ്രതിപക്ഷം. ആരവല്ലി മലനിരകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അംബാനി അദാനി ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് ആ മലകൾ അങ്ങ് വിട്ടുകൊടുത്തു സർക്കാർ. അതിനു വേണ്ടിയിട്ട് പുതിയ ഭേദഗതി ബില്ലുകളും അവർ പാസ്സാക്കി എന്നുള്ളതാണ്. 100 മീറ്ററിന് താഴെ വരുന്ന എല്ലാ മലനിരകളും നമുക്ക് ഖനനം ചെയ്യാം എന്നൊരു പേപ്പർ അവർ നേടിയെടുക്കുകയും അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ആരവല്ലി മലനിരകൾ ഇല്ലാതാക്കുകയും ഇപ്പോ ആരവല്ലി ഗ്രൗണ്ട് എന്ന രീതിയിലേക്ക് അത് മാറുന്നു എന്നുള്ളതാണ്. ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൂട്ടുനിൽക്കുകയാണ് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഇപ്പോ VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട നുണേശൻ എന്ന് നാട്ടുകാർ പേരിട്ട് വിളിക്കുന്ന VD സതീശൻ. എന്റെ പൊന്നു സതീശൻ മുതലാളി, ഞാൻ ഇടക്കിടക്ക് പറയാറുണ്ട് ഇദ്ദേഹത്തിന്റെ മുതലാളിയായിട്ട് തന്നെ വിളിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. കാരണം പലതും വിറ്റ് ഇല്ലാണ്ടാക്കുന്ന ഒരു ബിസിനസ്കാരനാണ്. എല്ലാം ബിസിനസ് ആയിട്ട് ആള് കാണുന്നു. അതായത് മുതലാളിത്തമാണ് ആൾ ആഗ്രഹിക്കുന്നത്. സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നാടിനെ ഒറ്റ കൊടുക്കരുത് എന്ന് മാത്രമാണ് VD സതീശനോട് എനിക്ക് പറയാനുള്ളത്. VD സതീശന്റെ അനുയായികളായി നിൽക്കുന്ന ഓരോ കോൺഗ്രസ് നേതാക്കന്മാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ കേരളത്തിനെ കുട്ടിച്ചോറാക്കാൻ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കരുത്. ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് മാറ്റാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെപ്പോലും അറിയിക്കാത്ത RSSന്റെ കാര്യാലയങ്ങളിൽ കയറി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യം ഇല്ലായ്മ ചെയ്യാൻ കൂട്ടുനിൽക്കരുത് എന്ന് VD സതീശനോടൊന്ന് പറയണം. അതുപോലെ തന്നെ മുസ്ലിം ലീഗിനോടും എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾക്കൊക്കെ വേറെ വല്ല പണിക്കുമ്പോ കൂടെ എന്നുള്ളത്. നിങ്ങളുടെ കൂടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്താഗതികളെയും നിങ്ങളുടെ തീരുമാനങ്ങളെയും മാറ്റിമറിക്കുന്ന VD സതീശന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ?
നാണമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയാണെന്നാണല്ലോ പറയുന്നത്, അത് അതുപോലെ തന്നെ തുടരുക. ഈ സഖ്യത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ അണികളോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തരമായിരിക്കും. മദ്യത്തിന് വില കുറയ്ക്കുന്നു, ഒരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ലക്ഷ്യവും അജണ്ടയും എന്താണ് എന്ന് KM ഷാജി തന്നെ പറഞ്ഞിട്ടുണ്ട്. സമുദായത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കുമെന്നാ പറയുന്നത്. മുസ്ലിം സമുദായത്തില് മദ്യത്തെയും ലഹരിയെയും ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഒരിക്കലും പറയുന്നില്ല. അപ്പൊ നിങ്ങളുടെ അണികളോടും നിങ്ങൾക്ക് വോട്ട് ചെയ്ത ഓരോ വ്യക്തികളോടും നിങ്ങൾ ചെയ്യുന്നത് തെമ്മാടിത്തരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം ഞാനൊരു പൗരനാണ്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.